യെസ്, നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗ് നേതാവ് PMA സലാം ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്നാണ്. അങ്ങനെ പറയുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കലാണ് എന്നാണ് PMA സലാമിൻ്റെ വാദം. ന്യൂസ് 18 പൊതുവേദി ഇന്ന് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ സ്ത്രീകൾക്ക് ഈ വിഷയത്തിൽ എന്ത് പറയാനുണ്ട് എന്ന് അറിയാൻ പൊതുവേദി ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായും സ്ത്രീകളായ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളുണ്ടാകും. നമ്മളതിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നു. ഒപ്പം മറ്റ് സ്ഥിരം പ്രേക്ഷകരുമൊക്കെ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നറിയാനാണ് പൊതുവേദി ഇന്ന് കാത്തിരിക്കുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്ന്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾ ഈ PMA സലാമിൻ്റെ ഈ നിലപാടിനെ എങ്ങനെ വിലയിരുത്തുന്നു? നമസ്കാരം മരൂ. നമസ്കാരം. ഇപ്പൊ എന്റെ കാഴ്ചപ്പാടില്ല PMA സലാം പറഞ്ഞത് ശരിയാണ്. കാരണം എന്താന്ന് വെച്ചാല് കേരളം ഉണ്ടായതിനു ശേഷം ഇന്ന് വരെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ വനിത? 140 മണ്ഡലമുണ്ട് നമുക്ക്, MLA-മാരുണ്ട്. അതിനകത്ത് 70 MLA-മാര് വനിതകളാണോ? 544 പാർലമെന്റ് MP-മാരുണ്ട്. അതിനകത്ത് 242 പേര് 272 പേര് വനിതകളാണോ? അല്ലല്ലോ. 15 വർഷം ഒരിക്കൽ ഒരു പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മാത്രം വനിതകൾക്ക് സ്വാധീനം കൊടുക്കുന്നുണ്ട്. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പം 100 പുരുഷനുണ്ടെങ്കിൽ 110 അതുകൊണ്ട് അപ്പം ഇത് ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം. വനിതകൾക്ക് തുല്യ അവകാശം എന്നുള്ളത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് ഇതെല്ലാം ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ നടപ്പിലാക്ക്. അല്ല, ഞാൻ ചോദിക്കുന്നത് അത് വനിതകൾക്ക് തുല്യ സാഹചര്യം ലഭിച്ചിട്ടില്ല എന്നത് ഒരു പക്ഷേ താങ്കൾ പറയുന്ന ന്യായമായിരിക്കാം. പക്ഷെ അവർ തുല്യരേ അല്ല, അവരെ തുല്യരായി ലോകം അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുന്നിടത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ കാര്യം തന്നെ ഞാൻ ഈ പറഞ്ഞു. ഇന്ന് വരെ അത് അംഗീകരിച്ചിട്ടില്ലല്ലോ. ഇന്ന് വരെ മൊയ്തീൻ കുഞ്ഞിന് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണെന്നറിയാമോ? പറയട്ടെ, ഇന്ത്യയിൽ ആകപ്പാടെ ഞാൻ ചോദിക്കുന്ന മൊയ്തീൻ കുഞ്ഞിന് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണെന്നറിയാമോ? അത് പാർട്ടികൾ തെരഞ്ഞെടുക്കുന്നതാ. ഇതും സ്ഥാനാർത്ഥികളെയും മുഖ്യമന്ത്രി എല്ലാം പാർട്ടികൾ തെരഞ്ഞെടുത്ത് വെക്കുന്നതാണ്. അപ്പൊ അവർക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അത് പാർട്ടികൾ ഇന്ദിരാഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഞാൻ മൊയ്തീൻ കുഞ്ഞ് പറഞ്ഞതല്ല ഞാൻ കേട്ടു. അപ്പൊ ഞാൻ പറയുന്നത് കുറച്ച് മൊയ്തീൻ കുഞ്ഞ് സ്ഥാനാർത്ഥികളാക്കിയപ്പോൾ പാർട്ടികൾ സ്ത്രീകളെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ജനങ്ങൾ അവരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയെ ആക്കിയപ്പോൾ തെരഞ്ഞെടുത്തില്ലേ? അത് ഏക ഒരു പ്രധാനമന്ത്രിയല്ല ഇത്രയും കാലത്തിനാ ഉണ്ടായിട്ടുള്ളത്. 1940 പ്രസിഡന്റുമാരുണ്ടായില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകുമ്പോഴുള്ള എത്ര മുഖ്യമന്ത്രിമാർ ഇന്ത്യയിൽ വനിതകളുണ്ട്? നമ്മുടെ സംസ്ഥാനത്തെ കാര്യം പറയാം. അല്ല, നമ്മുടെ സംസ്ഥാനത്തും കൂടി ബാധകമായ രാഷ്ട്രപതിയാണ് ഇന്ത്യയിലുള്ളത്. അത് സ്ത്രീയാണ്. അത് സമൂഹം തെരഞ്ഞെടുക്കുന്നതല്ല, വ്യക്തി അത് പാർട്ടി തെരഞ്ഞെടുക്കുന്നതാണ്. അല്ല, ആരാ പറഞ്ഞ? ആരാ ശ്രീ മൊയ്തീൻ കുഞ്ഞിനോട് പറയുന്നത്? ജനങ്ങളാണോ തെരഞ്ഞെടുക്കുന്നത്? അതാണ് അമേരിക്കയിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. എന്റെ പൊന്ന് മൊയ്തീൻ കുഞ്ഞ്, നമ്മുടെ മൊയ്തീൻ കുഞ്ഞിന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ പ്രസിഡന്റിനെ പിന്നെ ഒരു പാർട്ടി അങ്ങ് എഴുതി കൊടുക്കുകയാണ്, ഇദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കണം എന്ന് പറയും. പ്രസിഡന്റ് ആക്കുകയാണോ? നമ്മുടെ മുഖ്യമന്ത്രിയെ ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി ആരാ തെരഞ്ഞെടുക്കുന്നത്? അത് പാർട്ടി. ആ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന പാർട്ടിയല്ലേ? പിന്നെ എങ്ങനെയാ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നത്? പാർട്ടിയല്ലേ ജനങ്ങൾ ചൂസ് ചെയ്യുന്നത്. അപ്പം അല്ല, എന്തുകൊണ്ട് ഈ 140 മണ്ഡലമുള്ള നമ്മുടെ ഇവിടെ എന്തുകൊണ്ട് ഇത് കൊടുക്കുന്നില്ല? അത് പാർട്ടി കൊടുക്കാത്തല്ലേ? ശ്രീ മൊയ്തീൻ കുഞ്ഞ് പറഞ്ഞതിന്റെ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. പാർട്ടിയല്ലേ കൊടുക്കുന്നത്? ആ കാര്യം തന്നെയായി പറഞ്ഞത്. പാർട്ടി കൊടുക്കാത്തതാണ്. പാർട്ടി കൊടുക്കുമ്പോൾ അത് ജയിക്കുന്നുണ്ടെന്നാണ് ഞാനും പറഞ്ഞത്. പാർട്ടി അത് ഈ ജില്ലാ പഞ്ചായത്തിനും അല്ല, മൊയ്തീൻ കുഞ്ഞ് തന്നെയല്ലേ എന്നോട് പറഞ്ഞ് ഇന്ത്യൻ രാഷ്ട്രപതിയെ കൊടുത്തത് പാർട്ടിയാണെന്ന്. സുഷമ സ്വരാജ് നമ്മുടെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്നു.
പാർട്ടിയാണ് ആക്കിയത്. നമ്മുടെ ആനന്ദിബെൻ പട്ടേൽ നമ്മുടെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഉത്തർപ്രദേശിന് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് വനിതകൾ, ഇല്ലേ? ഓർമ്മയില്ലേ? കേരളം ഒഴിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തമിഴ്നാട്ടിൽ ജയലളിത ഉണ്ടായിരുന്നു, മായാവതി ഉണ്ടായിരുന്നു, ഉമാഭാരതി ഉണ്ടായിരുന്നു. അങ്ങനെ നൂറുകണക്കിന് ആളുകൾ. കേരളം ഒഴികെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മുഖ്യമന്ത്രിമാരുണ്ട്. കേരളത്തിൽ തുല്യത ഇല്ല എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? കേരളത്തിൽ തുല്യത ഇല്ല. ശരി, ഓക്കെ. തുല്യത ഉള്ളതെന്ന് പറയുന്നത് ഈ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ നമ്മള് വോട്ടർ പട്ടിക സ്ത്രീകളല്ലയോ? വോട്ടർ പട്ടിക കൂടുതലുള്ള സ്ത്രീകളല്ലയോ? എന്തുകൊണ്ട് അവർക്ക് കൊടുക്കുന്നില്ല? അല്ല, ഞാൻ ഒരു കാര്യം സമ്മതിച്ചു, രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്നില്ല. പക്ഷേ അത് തുല്യരല്ല എന്ന് പറയാനുള്ള ഒരു ഉദാഹരണമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം രാഷ്ട്രീയ നേതൃത്വത്തിന് അപ്പുറത്തേക്ക് ശാസ്ത്ര മേഖലയിൽ സ്ത്രീകൾ അവരുടെ പങ്കുവഹിക്കുന്നില്ലേ? ഇപ്പോൾ ഉദ്യോഗസ്ഥ മേഖലയിൽ ചീഫ് സെക്രട്ടറി സ്ത്രീയല്ലേ? എന്തൊക്കെയുണ്ട്. ഈ രാഷ്ട്രീയത്തിൽ മാത്രം അവർ കൊടുക്കുന്നില്ല എന്നുകൊണ്ട് സ്ത്രീകൾക്ക് കിട്ടിയില്ല എന്നുള്ളതൊരു വശത്തുണ്ട്. പക്ഷേ കിട്ടിയവരെല്ലാം അവരുടെ മികവ് തെളിയിച്ചിട്ടുണ്ട്. അപ്പം തുല്യരല്ല എന്ന് പറയാൻ പറ്റില്ല. തുല്യത നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അല്ല, അംഗീകരിക്കുന്നില്ലെന്നുള്ളതല്ല, തുല്യത അവർക്ക് കൊടുക്കണമെങ്കിൽ ശരി, വ്യക്തമാണ്. ക്ലിയർ. അടുത്ത കോളർ ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾ ഈ VMA സലാമിന്റെ നിലപാടിനെ എങ്ങനെ കാണുന്നു? നമസ്കാരം. ഈ വിഷയം നമ്മളൊരു 3-4 ദിവസം മുമ്പ് മനുവിന്റെ ഇതുപോലെ MA സലാമല്ലായിരുന്നു, അത് വേറൊരു വ്യക്തിയായിരുന്നു. അപ്പൊ അന്ന് ഞാൻ ഇതിനോട് ഒരു അഭിപ്രായം പറഞ്ഞായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല, എന്തായിരുന്നു? നമ്മള് പിന്നെ ഈ സ്ത്രീകളുടെ തുല്യതയെ കുറിച്ചാണ് അന്ന് പിന്നെ പറഞ്ഞത്. പക്ഷെ അവസാന കോളർ വന്നിട്ട് എന്നെ പറഞ്ഞ അവാദം നിങ്ങൾ കേട്ടില്ലായിരുന്നു. അതെ, നമ്മൾ ഈ ആളുകളിലേക്ക് ഒന്ന് കടക്കണ്ട, നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം. ഞാൻ അയാളെ ഒന്നും പറയാൻ പോയില്ല. അയാൾ എന്തിനാണ് എന്റെ മണ്ടേ കയറാമെന്ന്. ശരി, ഞാൻ പിന്നെ അടുത്ത ആളിലേക്ക് പോവാം. നമുക്ക് ഈ ആളുകളുമായി പറയട്ടെ. ഇത് പറയാനുള്ളത് ഈ പഴയ തലമുറ ഈ പിന്നെ ഇങ്ങനെയുള്ള ഈ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഈ മതത്തിന്റെ പുറകെ നടക്കുന്നവരോ പറയുന്നത് ഇന്നത്തെ തലമുറയിലെ ആരെങ്കിലും അംഗീകരിക്കുമെന്ന് മനുവിന് തോന്നുന്നുണ്ടോ? എന്റെ നാട്ടില് ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇവിടെ ആർക്കും ഇങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല. ഈ പ്രത്യേകിച്ച് സത്യം പറയാമല്ലോ, ഈ ജാതി മതം എന്ന് പറയുന്നത് തന്നെ ഇവിടെ പുല്ല് വിലയ്ക്ക് പോലും എടുക്കുന്നില്ല. ഇവിടെ അങ്ങനെ ഒരു പ്രദേശമാണ് നമ്മളെ കാര്യം എന്ന് പറഞ്ഞാൽ. ഇവിടെ ഞങ്ങള് മുസ്ലിങ്ങളെ വീട്ടിൽ പോയി ഞങ്ങൾ ജോലികളുടെ പണി എന്തെല്ലാം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണത്തിനായാലും ഏത് കാര്യത്തിനായാലും പഠിക്കുന്ന കുട്ടികളായാലും അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിൽ പോയിരുന്ന് അവര് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. എന്തിനു പറയുന്നത്, വിവാഹങ്ങൾ നടക്കുന്നത് വരെ എന്റെ തൊട്ടടുത്തൊരു ആശ്രമമാണ്. ആ ആശ്രമത്തിൽ തന്നെ ജാതി മതം ഒന്നുമില്ലാതെയാണ് വിവാഹം കഴിച്ചയക്കുന്നത്. നമ്മൾ ജാതി മതത്തെ കുറിച്ചല്ല, നമ്മൾ സ്ത്രീ പുരുഷ തുല്യതയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മറ്റൊരു കോളർ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. വിക്രമൻ, അടൂർ. ശ്രീ വിക്രമൻ, പറയൂ. എനിക്ക് അഭിപ്രായം പറയാനുള്ളത്, ഈ പിന്നെ PMA സലാം പറഞ്ഞത് ഈ പുരുഷ മേധാവിത്വം മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് ഈ കോടതി ആദ്യം സംസാരിച്ച കാര്യങ്ങളെടുത്തുള്ള വ്യക്തി പറഞ്ഞത് അപ്പോഴും മുസ്ലിം ലീഗ് സമത്വം സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നില്ല. അപ്പോഴും മുസ്ലിം ലീഗ് സഹായിക്കുന്ന രീതിയിലാണ് ആ വ്യക്തി സംസാരിച്ചത്. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും കുറേച്ചെങ്കിലും ഉണ്ട്. ഈ മുസ്ലിം ലീഗിൽ സ്ത്രീകളെ ഒരു കാരണവശാലും നിയമസഭയിൽ മത്സരിപ്പിക്കത്തില്ല. അവരുടെ പുരുഷ മേധാവിത്വമാണ് നിലവിലുള്ളത്. അത് ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ജയകുമാർ നമുക്ക് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നു. ജയകുമാറിന് എൻ്റെ ആശംസകൾ. ജയകുമാറിൻ്റെ ഭാര്യ ശോഭ ജയകുമാർ ഇപ്പോൾ പൊതുവേദിക്ക് ഒപ്പമുണ്ട് എന്ന് പറയുന്നു. നമസ്കാരം ശോഭ ജയകുമാർ. ഷീല ദീക്ഷിത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് എന്ന്, നമ്മുടെ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിരുന്നു എന്നവർ ഓർമ്മിപ്പിക്കുന്നു. യെസ്, അത് കറക്റ്റാണ്. ഷീല ദീക്ഷിത് ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിരുന്നു, പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവും ആയിരുന്നു. കാലാകാലം സ്ത്രീകളെ സമൂഹത്തിൽ ചവിട്ടി താഴ്ത്തി വെച്ചിട്ട് ഇനി സംവരണം കൊടുക്കേണ്ട എന്ന് പറയുന്നത് ന്യായമാണോ എന്ന് എന്നോട് ചോദിക്കുന്നു സ്റ്റീഫൻ റൊണാൾഡ്. അടുത്ത കോളർ നമുക്ക് ശ്രീ ദിവാകരൻ. ശ്രീ ദിവാകരന് എന്ത് തോന്നുന്നു? തലശ്ശേരിയിൽ നിന്നാണ് ദിവാകരൻ വിളിക്കുന്നത്. ശ്രീ നമസ്കാരം സാർ. നമസ്കാരം. അതായത് 50 സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ജെൻഡർ അല്ല, അതായത് സമായിട്ടുള്ള ഇത് അംഗത്വം വേണം. അതായത് ഈ മുസ്ലിം തന്നെ പണ്ടൊരു ജഡ്ജിയില്ലേ സുപ്രീം കോടതി ഫാത്തിമ ബീബി ഫാത്തിമ ബീബി സാറേ,
ഇവർ എന്തെന്നാ പണ്ട് കാട്ട് അറബികളുള്ള ആ നിയമം കൊണ്ടുവരും. 1 region 1 caste 1 God ഫോർമുല. കോടാനുകൂടി ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും കല്യാണം കഴിച്ച് കുട്ടികളുണ്ട്. ഇത് സ്ത്രീകൾക്ക് ഒരു എന്തെന്നായത് സ്ത്രീകൾ ഉണ്ടെങ്കിലല്ലേ സന്താനങ്ങൾ ഉണ്ടാവും. സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണ്ടേ? ഇന്ദിരാഗാന്ധി, ഝാൻസി റാണി, പിന്നെ ലോകം, പിന്നെ ഔട്ട് ഓഫ് കൺട്രിയിലുള്ള ബംഗ്ലാദേശിലെ വനിത, പിന്നെ സാറേ പുരുഷന്മാർക്ക് ഒരു ഈ കമ്മീഷൻ വേണം, വനിതാ കമ്മീഷൻ പോലെ. രാഹുൽ ഈശ്വർ പറയുന്ന പോലെ ആവശ്യത്തിന് നല്ല പാണ്ഡിത്യമുള്ള ചിലപ്പോ ഒരു തെറ്റ് വന്നിട്ട് അയാൾ പറയുന്ന പോലെ ഒരു പുരുഷ ഇത് വേണം. അതായത് ഈ സിനിമാ നടികൾ തന്നെ ചില പുരുഷന്മാരെ ഹഗ് ചെയ്തിട്ട് വികാരം ഉണ്ടാക്കുന്നത്, അതിന് തെറ്റില്ല. ഇത് അയാള് വോട്ട് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ആൾക്ക് ജോലി കൊടുക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടു കൈ ടച്ച് ചെയ്തതിന് അതിന് കുറ്റം. അല്ല ശ്രീ ദിവാരൻ പറഞ്ഞത് ശരിയാണ്. രാഹുൽ ഈശ്വർ ഇപ്പം നല്ല കഴിവുള്ള കുട്ടിയാ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഉള്ളൊരു ചെറിയ ശ്രീ ദിവാകരൻ ഇത് അങ്ങോട്ട് പറയുന്നത് കൂടി കേൾക്കുന്ന ഇത് എന്തെന്നോ ഞാനിവിടെ പറയട്ടെ. ഇത് ശ്രീ ദിവാകരൻ അതിലുള്ളൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു വിഭാഗം ഏതെങ്കിലും തരത്തിലുള്ള അടിച്ചമർത്തലുകളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ നേരിടുന്നു എങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി ഒരു കമ്മീഷൻ വെക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പൊതുവേ ഉള്ളൊരു നിയമം. ഇപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, പുരുഷന്മാർ മുഴുവൻ അല്ലെങ്കിൽ ഒരു 90%, ഒരു 60%, ഒരു 30% എങ്കിലും സ്ത്രീകളിൽ നിന്ന് അങ്ങനെ പ്രശ്നങ്ങൾ നേരിടുന്നെങ്കിൽ ഒരു പുരുഷ കമ്മീഷൻ. ഇത് 1-2 നടന്മാർക്ക് വേണ്ടിയോ 4-5 ആളുകൾക്ക് വേണ്ടിയോ അങ്ങനെ ഒരു കമ്മീഷൻ സാധ്യമാണോ എന്നറിയില്ല. ഇതിനെ പരിഹസിക്കുന്നവർ പറഞ്ഞത് ഒരു ന്യായം ഞാനും ശ്രദ്ധിച്ചു. വലിയ കോടീശ്വരൻ അല്ല, ഇതാണ് എനിക്ക് ശ്രീ ദിവാകരൻ മറ്റാളുകൾ പറയാൻ സമ്മതിക്കാത്ത എന്താ. അപ്പം ഞാൻ ചോദിക്കുന്നത്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വലിയ കോടീശ്വരന്മാരായ ആളുകൾ 1-2 പേർ എന്തെങ്കിലും കേസിൽപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ കോടീശ്വരന്മാർക്ക് ഒരു കമ്മീഷൻ വെക്കാൻ അങ്ങനെ പറ്റില്ല. കാരണം ഇന്ത്യയിലെ കോടീശ്വരന്മാർ അങ്ങനെ ആക്രമിക്കപ്പെടുന്നൊരു ഇതെന്താ പറയാൻ സമ്മതിക്കാത്തത്, അങ്ങനെ ഒരു ഇന്ത്യയിലെ കോടീശ്വരന്മാർ അങ്ങനെ ആക്രമിക്കപ്പെടുന്നൊരു വിഭാഗമല്ല. പക്ഷേ ഒരു കോടീശ്വരന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ടാകും, 2 കോടീശ്വരന്മാർക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അത് അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ ന്യായം. ഏതായാലും രാഹുൽ ഈശ്വരനും അങ്ങേക്കും പുരുഷ കമ്മീഷന് വേണ്ടി വാദിക്കാം. അത് നോക്കാൻ നമുക്ക് സർക്കാരുകൾ അംഗീകരിക്കുമെന്ന് ഇതാണ് എൻ്റെ നിലപാട്. ഇത് പറയാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ അടുത്ത ആളിലേക്ക് പോവുകയാണ്. അടുത്ത ശിവദാസൻ ബാലരാമപുരം. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് പറയാം. ശ്രീ ശിവദാസൻ പറയാം. നമുക്കിന്ന് അധികം സമയമില്ല, ധാരാളം കോളർമാർ വെയിറ്റിംഗ് ആണ്, അതുകൊണ്ടാണ്. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാല് സ്ത്രീ പുരുഷ തുല്യരാണെന്നാണ് വിഷയം. അതെ, ഞാനാണല്ലോ വിഷയം തെരഞ്ഞെടുത്തത്. അത് ഇവിടെ ഇന്ത്യയിൽ കറക്റ്റാണ്. പക്ഷേ മുസ്ലിം ലീഗ് അവരാണ് ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്, അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം അത് ഇവിടുന്ന് താലിബാൻ മോഡലിനും ഇവിടെ പോകാൻ നടക്കുന്ന വിഷയമൊന്നുമില്ല. സ്ത്രീ പുരുഷ തുല്യം കൊടുത്താൽ മാത്രമേ നാട് നന്നാവൂ, വീട് നന്നാവൂ, സമൂഹം നന്നാവൂ. അത് പഞ്ചായത്തിലായിരുന്നാലും എല്ലാ മേഖലയിലും പഞ്ചായത്ത് രാജ് വന്നോട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി അവര് ഒരു കാരണവശാലും ഇവർക്ക് മുൻതൂക്കം കൊടുത്തിട്ടില്ല. അവരങ്ങനെ പറയും, അവർ രീതി അങ്ങനെയാണ്. അതല്ല സാർ എന്റെ സത്യം. അല്ല, മുസ്ലിം ലീഗ് വനിതാ സ്ഥാനാർത്ഥിയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഉണ്ട്, പക്ഷെ തുല്യരായി കൊടുത്തിട്ടില്ലല്ലോ. അവർക്ക് മോചനമുണ്ടോ സാർ? ഇന്ന് ഞാൻ ചോദിക്കട്ടെ, മലപ്പുറം, പൊന്നാനി, കോഴിക്കോട് സ്ത്രീകൾക്ക് അവർക്ക് സ്വന്തമായി പറയാൻ ഒരു അവകാശം ഇപ്പോഴും കിട്ടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ മുസ്ലിങ്ങൾ അവിടെ ഡോക്ടർമാരാണ്. ഞാൻ മലപ്പുറത്തൊക്കെ പോയിട്ടുള്ളതാണ്. അവിടെ ഇഷ്ടംപോലെ മുസ്ലിം വനിതകൾ ഡോക്ടർമാരാണ്. റാങ്ക് കിട്ടുന്ന പല കുട്ടികളെ നോക്കുമ്പോൾ അവർ ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടുള്ള. നമ്മളിപ്പോ അവരുടെ ഒരു ചില ആളുകളെ നോക്കുന്നത് എന്താണെന്നറിയാമോ? ചിലപ്പോ ഇവര് വേഷവിധാരണം ചിലപ്പോൾ പർദ്ദയോ തട്ടോ ഒക്കെ ഉണ്ട്. ഉടനെ അവരെല്ലാം അങ്ങനെ അടിമകളായി ജീവിക്കുന്നവർ. അവർക്ക് നല്ല സ്വാതന്ത്ര്യമൊക്കെ ഉള്ള ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട്. അവിടെ വ്യവസായ രംഗത്ത് എത്രയോ സ്ത്രീകളുണ്ട്. നമ്മൾ പലയിടത്ത് ചെന്നാൽ കട നടത്തുന്നതൊക്കെ സ്ത്രീകളാണ്. അപ്പൊ നമ്മൾ മലപ്പുറം ജില്ലയിൽ അങ്ങനെ സ്ത്രീകളെല്ലാം അങ്ങനെ അടിച്ചമർത്തപ്പെട്ടു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാനത് വിശ്വസിക്കില്ല. ഞാൻ അവിടെ പോയി എനിക്ക് നന്നായി അറിയാവുന്ന സ്ഥലമാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സാറേ, ഇവിടെ അവർ ഡോക്ടർ എഞ്ചിനീയർ മാത്രം നോക്കിയാൽ പോരാ. സാധാരണക്കാർ പെണ്ണുങ്ങൾ ഇഷ്ടം സ്ത്രീകളുണ്ട്, മുസ്ലിങ്ങളുണ്ട് ഇവിടെ. അത് സാറ് മനസ്സിലാക്കണം. സാർ പറഞ്ഞ കറക്റ്റാണ്. മുസ്ലിം ലീഗിൽ വലിയ ഉദ്യോഗസ്ഥരുണ്ട്, കളക്ടർമാരുണ്ട്. ശരി, ഒരു വനിത വിളിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. അനഘ കായംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. നമുക്ക് സ്ത്രീകളുടെ പ്രതികരണം ഒന്ന് കുറച്ച് കേൾക്കണം. ശ്രീ അനഘയ്ക്ക് ഇത് കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? നിങ്ങൾ തുല്യരല്ല എന്നാണ് പറയുന്നത്. ശ്രീ അനഘ പറയൂ, കേൾക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സാർ, ഇതെന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എത്രയൊക്കെ പ്രോഗ്രസീവ് ആണെന്ന് പറഞ്ഞാലും കുറച്ച് ആൾക്കാർ അത് അംഗീകരിക്കാൻ ഒട്ടും താല്പര്യപ്പെടുത്തില്ല. ഇത് റെപ്പറ്റേറ്റീവ് ആയിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ തന്നെ ന്യൂസ് 18 തന്നെ ഫ്ലാഷ് ന്യൂസിൽ IAS തലപ്പത്ത് അഴിച്ചു പണി അല്ലെങ്കിൽ ഇത് കാണിക്കുന്നുണ്ട്. PB നൂഹും ഉണ്ട്, ഒരു ലേഡിയും ഉണ്ട്. അവരും ഈ പ്രത്യേക ഒരു സമുദായത്തിൽ നിന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ സാർ? കഴിവുള്ളവർക്ക് അംഗീകാരം
കിട്ടും. അവർക്ക് നമ്മൾ ലേഡീസ് ആണെങ്കിലും ആരാണേലും ആണാണേലും പെണ്ണാണേലും ഇതുപോലുള്ള കുറെ ആൾക്കാരും കാണും, പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരും കാണും. ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, ഞാൻ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, എനിക്ക് നല്ലൊരു ബേസ് ഉണ്ടാക്കുക, പഠിക്കുക, ബാക്കിയൊക്കെ എന്റെ ഹാർഡ് വർക്ക് പോലെ ഇരിക്കും. അപ്പം ഇതുപോലെ ആൾക്കാർ കാണും, ജെൻഡർ ഇക്വാലിറ്റി ഇല്ല, അതില്ല, ഇതില്ല ഒക്കെ പറയുന്ന ആൾക്കാർ കാണും. അവരുടെ മൈൻഡ് സെറ്റ് നമ്മൾ മൊത്തത്തിൽ അത് അംഗീകരിക്കാൻ നമ്മൾ മാനസികമായിട്ട് ഇതായിപ്പോ. സോ ഞാൻ അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ടൈം ഇഫക്റ്റീവ്ലി നിങ്ങൾ പഠിക്കാനാണെങ്കിൽ പഠിക്കുക, ബാക്കിയുള്ള കാര്യം ചെയ്യുക. നിങ്ങളെ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ഈ ഇക്വാലിറ്റി പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്കൊന്നും നിങ്ങളെ ചെയ്യാൻ പറ്റത്തില്ല. യു വിൽ പ്രോഗ്രസ് വാട്ട് യു നീഡ്. നിങ്ങൾക്ക് എന്ത് വേണോ അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. സോ അതുകൊണ്ട് വെറുതെ ഇങ്ങനെയുള്ള ആൾക്കാർ പറയുന്നതായിട്ട് മൈൻഡ് അപ്സെറ്റ് ആക്കാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യാൻ നമ്മുടെ ലക്ഷ്യവുമായി മുന്നോട്ട് പോവുക. അങ്ങനെ വി ഷുഡ് ഹാവ് എ എയിം. നമുക്കൊരു എയിം വേണം. അല്ലാതെ എനിക്ക് നമ്മുടെ സമൂഹം പലരും പറയുന്നുണ്ട്, സമൂഹത്തില് സ്ത്രീകളും എന്താണ് അതാണ് ഇതാണ് പല എല്ലാം ജെൻഡറിലും നല്ല ആൾക്കാരും ഉണ്ട്, ചീത്ത ആൾക്കാരും ഉണ്ട് ആണല്ലോ. അല്ലാതെ ഒരു ജെൻഡറിനെ മൊത്തത്തിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. എല്ലാം ഇപ്പം എല്ലാവരും നല്ല വശക്കാരും ഉണ്ട്, ചീത്ത വശക്കാരും ഉണ്ട്. നിങ്ങളൊരു എയിമായിട്ട് മുന്നോട്ട് പോവുക, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു എയിം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഹാർഡ് വർക്കും കൂടെ വരുന്നുണ്ടെങ്കിൽ ഈ ഇക്വാലിറ്റി പറഞ്ഞു നടക്കുന്നവർക്കാർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ജീവിതത്തിൽ ജയിച്ചുകൊണ്ടിരിക്കും. സോ this is what I really want to tell. Yes. Thank you so much for joining us, അനഘ. അതാണ് ഒരു സ്ത്രീയുടെ ചിന്താഗതി. അത് വളരെ ശരിയാണ്. കാരണം ഇത്തരം അബദ്ധജടിലമായ വാക്കുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക, സ്വന്തം ലക്ഷ്യത്തിലേക്ക് കുതിക്കുക എന്ന് ഇന്ത്യയിലെ കേരളത്തിലെ മലയാളികളായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നു എന്നത് നമ്മൾ അനഘയുടെ ശബ്ദത്തിൽ നിന്ന് വ്യക്തമാക്കണം. സന്തോഷുണ്ട് കാസർഗോഡ്. ഞാൻ സന്തോഷിലേക്ക് വരുന്നതിന് മുമ്പ് അബൂബക്കർ സിദ്ദിഖി പറയുന്നത്, സ്ത്രീ സമത്വം നീണാൽ വാഴട്ടെ, സ്ത്രീ പീഡനം തുടരട്ടെ, ആത്മഹത്യ കൂണുപോലെ, സ്ത്രീ സമത്വവാദികൾ സംഭവം തന്നെ എന്നാണ് പറയുന്നത്. എൻ്റെ പൊന്ന അബൂബക്കറെ, നിങ്ങൾ സ്ത്രീകളെ പുരുഷന്മാർ പീഡിപ്പിക്കുന്നതിന് ഒരു മറുമരുന്നായി കണ്ടെത്തിയ കാര്യം സ്ത്രീ സമത്വം തടയുക എന്നതാണെന്ന് പറഞ്ഞാൽ അത് ഏത് നൂറ്റാണ്ടിലാണ് താങ്കൾ ജീവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഈ അടുത്ത ദിവസം റിപ്പബ്ലിക് ഡേ പരേഡ് കാണുകയായിരുന്നു. ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡിനെ നയിക്കുന്നത് ഒരു സ്ത്രീയാണ്, പ്രേരണ. ആ പേര് ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡിനെ നയിച്ചു കൊണ്ടുവരുന്ന ഒരു സ്ത്രീയാണ്, ഡെപ്യൂട്ടി കമാൻഡന്റ് നിവിദ. ഈ നവിത താക്കർ എന്ന നാവിക സേന, ആ സ്ത്രീയുടെ ദൃശ്യങ്ങളാണ് ഞങ്ങൾ കാണുന്നത്. നവിത താക്കറാണ് ഇന്ത്യയുടെ തീരദേശത്തെ സംരക്ഷിച്ചുകൊണ്ട് റിപ്പബ്ലിക് പരേഡിൽ അവിടെ അണിനിരക്കുന്നത്. എന്തൊരു അഭിമാനമാണ് മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിട്ട് അബൂബക്കറിനെ പോലുള്ള ആളുകൾ പറയുകയാണ് സ്ത്രീ പീഡനം എന്താണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇതുപോലെ ഒരു സ്ത്രീയുടെ മുന്നിൽ പോയി നിൽക്കാനും ഇതുപോലെ അവർ ചെയ്യുന്ന നേട്ടങ്ങൾ കൊയ്യാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ശ്രീ അബൂബക്കർ? നമ്മുടെ ഇന്ത്യൻ നേവിയുടെ പടക്കപ്പൽ INS തിർക്കാത്ത് നയിക്കുന്നത് ആരാന്നറിയുമോ? പ്രേരണ ദിയോസ്തലെ എന്നൊരു വനിതയാണ്. സ്ക്വാഡ്രൺ ലീഡർ ഭവാൻ ഖാജ് നയിക്കുന്ന ഇന്ത്യത്തെ ആദ്യത്തെ ഫൈറ്റർ ജെറ്റിന്റെ പൈലറ്റാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്ത് സ്ത്രീകൾ നടത്തിയ നിർണായകമായ പങ്കിനെക്കുറിച്ച് ഒരു ചുക്കുമറിയാത്ത അബൂബക്കർ സിദ്ദിഖി പറയാണ്, സ്ത്രീ പീഡനം തുടരട്ടെ, അത് സ്ത്രീ സമത്വം തടഞ്ഞാൽ അത് ഇല്ലാതാക്കാൻ കഴിയുമെന്ന്. ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന ആളുകളോട് എനിക്ക് എന്താണ് പറയാൻ കഴിയുക? എക്തൽ സ്റ്റുഡിയോ പറയുന്ന പേഴ്സൺസ് പ്രയർ ഇസ് ഇൻവാലിഡ് ഇഫ് എ വിമൻ ഡോങ്കി ഓർ എ ബ്ലാക്ക് ഡോഗ് പാസസ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം എന്ന് ഷഹീൽ അൽ ബുഖാരി ആരോ പറഞ്ഞിട്ടുണ്ടെന്നാണ്. എനിക്ക് ഇത് നല്ല തമാശയായിട്ടാണ് തോന്നുന്നത്. മജീദ് എത്തിയിട്ടുണ്ട്. മജീദ് പറയുന്നത് സംഗി ചാനലിന് കലിയാക്കിന്ന്, കലി ഇളകി എന്നാണ്. സംഗി ചാനലിന് കലി ഇളകിയതല്ല, കലി ഇളകുന്നത് നിങ്ങൾക്കാണ്. ഞങ്ങൾ ഈ കാണിക്കുന്ന ദൃശ്യങ്ങളുണ്ടല്ലോ, ഇത് ഇന്ത്യയുടെ പെൺകരുത്തിൻ്റെ ദൃശ്യങ്ങളാണ്. ഇതിനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിനെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു കാലത്തും മുന്നോട്ട് പോകാൻ കഴിയില്ല. ശ്രീ മജീദ് എനിക്ക് യൂട്യൂബിലാണ് ഇത് കഴിയുന്നത്. സെബാസ്റ്റ്യൻ ചെറമേൽ ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? സ്ത്രീകൾക്ക് റോഡ് സൈഡിൽ മൂത്രമൊഴിക്കാൻ കഴിയുമോന്നാണ്. ഇത്രയും വിഡ്ഢിത്തരം പറയാൻ കഴിയുന്ന ഒരു കാര്യം അങ്ങനെ വേണോ? അതാണോ മൂത്ര വിസർജനം റോഡ് സൈഡിലാണോ നടത്തേണ്ടത്? വെളിയിട വിസർജനം ഒഴിവാക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറണം എന്നാഗ്രഹിക്കുന്നു. കേരളം അതിന് മുൻപന്തിയിൽ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് മാതൃകയാണ് സ്ത്രീകൾ എന്നാണ് മനസ്സിൽ
ആക്കുന്നത്. അബൂബക്കർ പറയുന്നത് സ്ത്രീ സമത്വത്തിന് വേണ്ടി ആങ്കറും മറ്റ് സ്ത്രീ സമത്വവാദികളും സ്വന്തം വീട്ടിൽ സമത്വം നടപ്പിൽ വരുത്തു. വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യൽ, വസ്ത്രം അലക്കൽ, കുഞ്ഞുങ്ങളെ പരിപാലിക്കൽ, പ്രസവിക്കൽ ഒരു പക്ഷേ പുരുഷന്മാർക്ക് അത് ബയോളജിക്കലായി കഴിവില്ല. അത് നമ്മുടെ കഴിവുകളായിട്ട് അംഗീകരിച്ചാൽ മതി. ബാക്കി എല്ലാ കാര്യവും എല്ലാവരും വീട്ടിൽ ചെയ്യുന്നതാണ് നല്ലത്. ശ്രീ അബൂബക്കർ സിദ്ദീഖിനോട് എനിക്ക് പറയാനുള്ളത്, വീട്ടിൽ ഒരൽപ്പം ഭാര്യയെ സഹായിച്ചാൽ വലിയ തെറ്റൊന്നുമില്ല. ഞങ്ങളൊക്കെ ഇത് വീട്ടിൽ നടപ്പിലാക്കാത്തവരൊന്നുമല്ല. ഇത് നടപ്പിലാക്കാതെ വീട്ടിൽ ചെന്ന് ഭരണം നടത്താനും കഴിയില്ല. കാരണം ഇന്ന് എല്ലാ വീട്ടിലും സ്ത്രീകൾ സ്വന്തം നിലയ്ക്ക് അധ്വാനിക്കുന്നവരാണ്. അവർ പൊതുയിടങ്ങളിൽ വരുന്നവരാണ്. അവർ പൊതുയിടങ്ങളിൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നവരാണ്. തുല്യമായി ജോലി ചെയ്യുന്നവരാണ്. എൻ്റെ വീട്ടിൽ അതാണ് അവസ്ഥ. അതുകൊണ്ട് വിദ്യാഭ്യാസമുള്ളവരാണ്. അതുകൊണ്ട് അവരെ അങ്ങനെ ചെന്ന് ഭരിക്കാൻ കഴിയും എന്ന് എനിക്ക് കരുതാനേ ആകില്ല. ഒന്നാമത്തെ കാര്യം. ഷാജി ഭാസ്കരൻ പറയുന്നു, ലീഗുകാരനായ PMA സലാം ഇല്ലാതെ എന്തു പറയാൻ. ഇപ്പോഴും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ചിലർ ഭാര്യ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഫോട്ടോ പ്രിൻ്റ് ചെയ്യില്ല, അവിടെ നിങ്ങൾ ഇന്ന ആളുടെ ഭാര്യ എന്ന് ചിലർ എഴുതി വയ്ക്കുന്നതാണ്. ആ കാലമൊക്കെ കഴിഞ്ഞു അല്ലേ? ശ്രീ ഷാജി ഭാസ്കർ വളരെ കൃത്യമായ ഒരു പുരോഗമന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഫിജിത പറയുന്നത്, സാർ യു സെഡ് ഇറ്റ് സാർ, ഗുഡ് റിപ്ലൈ ഫോർ അബൂബക്കർ എന്നാണ്. ഫിജിതയുടെ ആ പിന്തുണ തന്നെയാണ് കേരളത്തിനും ഒക്കെ ആവശ്യം. അബൂബക്കറിനെ പിന്തുണച്ചുകൊണ്ട് അബ്ദുൾ റൌഫ് എത്തിയിട്ടുണ്ട്. അബൂബക്കറാണ് ശരിയെന്ന്, പക്ഷേ എന്നെ പിന്തുണച്ചുകൊണ്ട് ഫിജിത എത്തുന്നു. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുന്നത്, സ്ത്രീ പുരുഷ തുല്യതയില്ല എന്ന് വാദിച്ചുകൊണ്ട് നടക്കുന്ന അബൂബക്കറിനെ പോലുള്ള ആളുകളെ പിന്തുണയ്ക്കാൻ ഇനി സ്ത്രീകൾ തയ്യാറാകില്ല എന്നാണ് കാലം തെളിയിക്കുന്നത്. ഹാരി പറയുന്നു, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ടോയ്ലറ്റാണ് പോലും, ട്രെയിനിൽ എങ്ങനെയാണെന്ന്. യെസ്, ഇതൊക്കെ ആളുകൾ ഓക്കെ. അബൂബക്കർ എന്നോട് ചോദിക്കുക, ഇന്ത്യയിൽ കോടാനുകോടി സ്ത്രീകളുള്ളിടത്ത് ഒരു റിപ്പബ്ലിക് ഡേ സല്യൂട്ട് സ്വീകരിക്കുന്നതാണോ ഇന്ത്യയിൽ വലിയ കാര്യം എന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഒരു സ്ത്രീ റിപ്പബ്ലിക് ഡേ പരേഡിൽ നമ്മുടെ കോസ്റ്റ് ഗാർഡിനെ നയിച്ചുകൊണ്ട് പോകുന്നതെന്നത് ഒരു ചെറിയ കാര്യമല്ല. ഒരു സ്ത്രീ മാത്രമല്ല അബൂബക്കർ, അവിടെ CRPFൻ്റെ ഒരു വനിതാ കമാൻഡറാണ് നമ്മുടെ CRPFനെ നയിച്ചു കൊണ്ടുപോയത്, ഐശ്വര്യ ജോയ് എം. നിങ്ങൾ കേട്ടിരിക്കും. അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ വിമൻ ഫസ്റ്റ് ഓഫീസർ ഇൻ എയർഫോഴ്സ് വിജയലക്ഷ്മി രമണൻ, സ്ക്വാഡ്രൺ ലീഡർ ഭവാന കാച്ച്, ഇന്ത്യസ് ഫസ്റ്റ് ഫീമെയിൽ ഫൈറ്റർ പൈലറ്റ്, സ്ക്വാഡ്രൺ ലീഡർ അവനി ചതുർവേദി, ഇന്ത്യയുടെ ആദ്യത്തെ MiG-21 ബൈസൺ നയിച്ച വനിത, അതുപോലെ ഫ്ലൈയിങ് തേജസ് നയിക്കുന്ന മോഹന സിംഗ് ജിത്വാൾ. അങ്ങനെ നൂറുകണക്കിന് പേരുകൾ നമുക്കിവിടെ പറയാൻ കഴിയും. അങ്ങനെ നൂറുകണക്കിന് നേട്ടങ്ങൾ ഈ സൈനിക രംഗത്ത് സ്ത്രീകൾ നടത്തുന്നു എന്നതാണ് ഈ വിഷയത്തിൻ്റെ ഒരു സവിശേഷത. സുനിൽ ദേവ് പറയുന്നു, കോയ കോളിംഗ് ഉളുപ്പുണ്ടോ കോയ എന്ന്. നമ്മളങ്ങനെ വ്യക്തിപരമായ ഒരു അതിശയത്തിലേക്ക് നീങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ അബൂബക്കറിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയിലെ നമ്മുടെ സ്വാതന്ത്ര്യം പോലും റാണി ലക്ഷ്മിയെപ്പോലെ, റാണി ഗൈഡിനില്യു പോലെ നൂറുകണക്കിന് സ്ത്രീകൾ മുന്നിൽ നിന്ന് പോരാടി നയിച്ചതിൻ്റെ ഗുണമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് എന്ന് കൂടി ആളുകൾ മനസ്സിലാക്കുക എന്നതാണ് അവിടെ വേണ്ടത്. നമ്മുടെ അടുത്ത കോളർ പ്രദീപാണ് അല്ലേ? പ്രദീപ്, ശ്രീരാജനാണ് കൊല്ലത്തുനിന്ന്. യെസ്, ശ്രീരാജൻ. സാറേ, ഞാൻ ഈ PMA സലാം പറഞ്ഞതിനോട് യോജിക്കുന്നു. സ്ത്രീകള് ഈക്വൽ അല്ല, അത് സത്യമാണ്. ഇവിടെ സ്ത്രീകൾ ഈക്വൽ അല്ല. പക്ഷേ സ്വർഗത്തിൽ എന്നാൽ ഊറികളെല്ലാം ഈക്വലാ, അവരെല്ലാം ഒരുപോലെ ഇരിക്കുന്നവരാ. പിന്നെ നമ്മുടെ സദ്ദാം ഹുസൈനെ മാളത്തിൽ നിന്ന് പിടിച്ചോണ്ട് വന്നത് ഒരു അമേരിക്കൻ ലേഡിയായിരുന്നു. ഫൈറ്റർ ജെറ്റ് കൊണ്ടുപോയി തന്നെ പിടിച്ചോണ്ട് പുറത്തിറക്കി. ഏതായാലും വളരെ നല്ല പാർട്ടിയാണ് മുസ്ലിം ലീഗ്. എനിക്കൊന്ന് ചേർന്നാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ നായരാത് കാരണം അവർ എടുക്കുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. സാറും തിരക്കിയിട്ട് എന്നോടൊന്ന് പറയണം. ആളെ പാർട്ടി ശരി, കൊള്ളാം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ബഷീർ എന്നോട് പറയുന്നു, ഫെമിനിസം ഈസ് ഈക്വാലിറ്റി, ഗോ എഹെഡ്. ഞാൻ ഫെമിനിസ്റ്റ് ഒന്നുമല്ല. ഞാൻ ഈ മനുഷ്യരെ എല്ലാം തുല്യരായി കാണണമെന്ന് ആഗ്രഹം. ഫെമിനിസ്റ്റ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ അനുഭവങ്ങളും ഒക്കെ വെച്ച്, എൻ്റെ എക്സ്പീരിയൻസും ഒക്കെ വെച്ചാണ് ഞാൻ പറയുന്നത്. നമുക്കിനി പഴയ കാലത്തെ ഏതോ ആളുകളോ ആരൊക്കെയോ സ്ത്രീകളെ അടിച്ചമർത്തിയിരുന്നു എന്ന് കരുതി ഇനി അതുപോലെയൊന്നും തുടരാൻ കഴിയില്ല ബഷീർ. ഞാൻ അതുകൊണ്ട് ഹ്യൂമനിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്നു. ഹംബിൾ ഫോളോവർ പറയുന്നത്, സ്ത്രീ വിദ്യാഭ്യാസത്തിലും നവോത്ഥാനത്തിലും മുസ്ലിം ലീഗ് നൽകിയ സംഭാവനകളെ മറന്നു പോകരുത് എന്ന് പറയുന്നു. ശബരിമലയിൽ ഈ നിയമം ഉണ്ടാക്കാമോ എന്ന് ചോദിക്കുന്നു കയ്യൽ നജാൻ. ഇന്ത്യയുടെ പ്രഥമ വനിതയാണ്. യെസ്, നമ്മുടെ പ്രഥമ വനിതയെക്കുറിച്ച് പറയുന്നു. കൃഷ്ണദാസ് പറയുന്നു, ദോഷം മറ്റാർക്കെങ്കിലുമെങ്കിൽ മാറ്റങ്ങളൊക്കെയല്ലേ നല്ലതെന്ന് പറയുന്നു. 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരെ പരിഹസിക്കുന്നു സുനിൽ
6-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരെ പരിഹസിക്കുന്നു ഹിലരി TM. യെസ്, അബൂബക്കർ ഇത് വിട്ടിട്ടില്ല കേട്ടോ. പൊന്നെ ആങ്കറെ, ഈ സമത്വം എന്ന് പറഞ്ഞ 1-2 തുല്യതയില്ല. തുല്യത എന്നാൽ പാതി പാതിയാണ്. ജേർണലിസ്റ്റ് പുലി, താങ്കൾ പുപ്പുലിയല്ല, എലിക്കുട്ടിയാണെന്ന്. എനിക്ക് ഇനിയും മനസ്സിലാകാത്തത്, ഈ നാടിൻ്റെ ഭരണകൂടം അവർക്ക് തുല്യത അനുവദിക്കുന്നു. ഇനി നിങ്ങൾ കുറച്ച് പേർ അതില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ച് നിർത്താൻ ഇവിടുത്തെ വ്യവസ്ഥയും തയ്യാറല്ല. ഇനി നാളെ തൊട്ട് സ്ത്രീകളും തയ്യാറാകില്ല എന്ന് മനസ്സിലാക്കി സ്വയം തിരുത്തിയാൽ അങ്ങേക്ക് നല്ലത് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഫിജിത എന്നോട് ഫിജിത സാമ്യു പറയുന്നു വിമൻ ആർ ഓൺ സ്പേസ്. അതാണ് ബഹിരാകാശ രംഗത്ത് സ്ത്രീകൾ നടത്തിയ വലിയ മുന്നേറ്റത്തെക്കുറിച്ച് ഈ നാട് എല്ലാ കാലത്തും വളരെ ഗൗരവത്തോടെ ചിന്തിച്ചിട്ടുള്ളതാണ്. അതൊന്നും മനസ്സിലാകാതെ ഇപ്പോഴും ഈ 2 കക്കൂസ് എന്തിനാണ് എന്ന് ചോദിക്കുന്ന ആളുകളോട്, അല്ലെങ്കിൽ 2 ബാത്റൂം എന്തിനാണ് എന്ന് ചോദിക്കുന്ന ആളുകളോട് ഇനി എത്ര കാലമെടുക്കും ഇതുപോലുള്ള പിന്തിരിപ്പൻ ചിന്തകൾ മാറാൻ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത കോളർ നമുക്കൊപ്പം ചേരുന്നത് ശ്രീ ബിനോയാണ്. ബിനോയ്, മനു, നമസ്കാരം. എന്താണ് മനു വിഷയം? നമ്മുടെ സ്ത്രീകൾ തുല്യരാണോ എന്നാണ് ചോദ്യം. കാരണം മുസ്ലിം ലീഗ് നേതാവ് പറയുന്ന അങ്ങനെ തുല്യരല്ല, കണ്ണടച്ച് ഇരുട്ടാക്കലാണ്. അത് ചിലർ ഇങ്ങനെ വെറുതെ കയ്യടി കിട്ടാൻ പറയുന്ന ഒരു വാദമാണ് എന്നാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, ബഹുമാനപ്പെട്ട മനു, പ്രിയപ്പെട്ട മനു, ഈ മുസ്ലിം നേതാക്കന്മാര് ഇപ്പൊ കുറേ ദിവസമായി ഈ നാട്ടിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതായത് ചെറുതും വലുതുമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. മെനഞ്ഞാന്നത്തെ കൊലപാതകം ഉൾപ്പെടെയുള്ള വിഷയം, ആ വിഷയങ്ങളിലൊക്കെ ഒരു അഭിപ്രായം പറയാനുള്ളതിന് പകരം സ്ത്രീയാണോ പുരുഷനാണോ വലുത്, അല്ലെങ്കിൽ സ്ത്രീ ഒന്നും അല്ല എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു അത് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം അല്ലായിരിക്കും. PMA, കാരണം അദ്ദേഹം കാന്തപുരവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളായിരിക്കും. അപ്പൊ കാന്തപുരത്തിനെ ഒന്ന് മയപ്പെടുത്തുവാൻ വേണ്ടി ആയിരിക്കും ചിലപ്പോ PMA സലാം അങ്ങനെ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ തന്നെ പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് വേണ്ട പിന്തുണ നഷ്ടമായി എന്നാണ് ഇന്നിപ്പോ MSF പറഞ്ഞത്. അദ്ദേഹത്തിന്റെ നിലപാടിനോട് യോജിപ്പില്ലെന്നാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന നൂർബീന റഷീദിനോട് ചോദിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവർ പറയുക എന്നതും കൂടി. അദ്ദേഹം ഇരിക്കുന്ന ഒരു സ്ഥാനം നോക്കണ്ടേ? ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം ഇരിക്കുന്ന ഒരു സ്ഥാനം നോക്കിയല്ലേ സംസാരിക്കേണ്ടത്. അതെ, അത് മാത്രമല്ല ഈ നാടിനെ കുറിച്ച് ഒരു ധാരണയുമില്ല എന്നുള്ളതാണ്. റാണി ലക്ഷ്മിബായി, സരോജിനി നായിഡു, ബിക്കാജി കാമ, അരുണ, ആസിഫ് അലി, ഉഷ മേത്ത, ഫാത്തിമ ഷെയ്ഖ്, അങ്ങനെ 100 കണക്കിന് സ്ത്രീകൾ മുന്നിൽ നിന്ന് പോരാട്ടം നടത്തിയ ഒരു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന്റെ ബാക്കി സുഖം അനുഭവിച്ചുകൊണ്ട് പറയാണ് അവർക്ക് തുല്യതയില്ല എന്ന്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് PMA സലാം ഈ നൂറ്റാണ്ടിലല്ലേ ജീവിക്കുന്നത്. ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ ബഹുമാനീയനായ കാന്തപുര ഉസ്താദ് മെനഞ്ഞാന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം ഒരു സമുദായ നേതാവാ. പക്ഷെ ലീഗ് 100 പ്രാവശ്യം എപ്പോഴും പറയുന്നത് ഞങ്ങളൊരു സമുദായ പാർട്ടിയല്ല, ഞങ്ങൾ ഇന്ത്യയിലെ ജനാധിപത്യ മതേതര പാർട്ടിയാണ്, ഞങ്ങളൊരു സമുദായ പാർട്ടിയല്ല. അപ്പൊ അങ്ങനെ കാന്തപുര ഉസ്താദ് പറഞ്ഞതിൽ കാര്യമില്ലെങ്കിലും അദ്ദേഹം അങ്ങനെ പറയാം. കാരണം അദ്ദേഹം ഒരു സാമുദായിക നേതാവാണ്. അതിന് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു, ലീഗ് ഒരു കാര്യം ലീഗ് തീരുമാനിക്കണം, സാമുദായിക പാർട്ടിയാണോ ജനാധിപത്യ മതേതരത്വ പാർട്ടിയാണോ എന്ന് ലീഗിന്റെ നേതാക്കന്മാർ തന്നെ പറയാം. അതുകൊണ്ട് PMA സലാമിനോട് പറയുവാനുള്ളത്, ബഹുമാനത്തോട് പറയാനുള്ളത്, താങ്കൾ പറഞ്ഞത് ലീഗിന്റെ അഭിപ്രായമല്ല എന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഈ നാട്ടിൽ സ്ത്രീകൾ വഹിക്കുന്ന പങ്ക്, പിന്നെ രണ്ടാമത്തെ കാര്യം അദ്ദേഹം ഉദാഹരണം പറഞ്ഞത് തന്നെ ശരിയായില്ല. ബാത്റൂം 2, ടോയ്ലറ്റ് 2 കൊടുക്കുന്നത്. പിന്നെ വണ്ടി ബസ്സിൽ പോകുമ്പോ ഫ്രണ്ടിൽ സീറ്റ് ബുക്ക് ചെയ്യുന്നില്ല. ഇതൊക്കെ വേണം സ്ത്രീകളെ വെച്ച് ഉദാഹരണം പറയേണ്ടത്. സ്ത്രീകൾ ബഹിരാകാശത്ത് നിന്ന് ശാസ്ത്രരംഗത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഈ വിഡ്ഢി ഇത്തരമാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച് രജത്ത്. ഞാൻ പറയട്ടെ മനു, ഒരു സെക്കൻഡ് കൂടി മനു. അല്ല, ഞാൻ പറയട്ടെ, ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോഴും പറയുന്നു. തുല്യതയാണ് ഈ നാട്ടിൽ ആവശ്യം. സ്ത്രീയും പുരുഷനും തുല്യത അത്യാവശ്യം. ഇവിടെ പറഞ്ഞതുപോലെ പുരുഷന് പ്രസവിക്കുവാൻ കഴിയില്ല, സ്ത്രീ ഒരു എക്സ്ട്രാ ജോലിയും കൂടി അവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്ത്രീയും പുരുഷനും സമത്വമാണ് വേണ്ടത്. നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് അത് ഭരണകൂടവും നമ്മളുടെ ഇവിടെയുള്ള ജനങ്ങളും അത് അംഗീകരിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ചില ആളുകൾ സമുദായത്തിന്റെ പേര് പറഞ്ഞ് സ്ത്രീകളെ അടിച്ചമർത്തി വീട്ടിൽ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിന് ഒരു മറുപടിയാണ് ന്യൂസ് 18ന്റെ ഈ ചർച്ച. നിങ്ങൾ ഇതുപോലുള്ള വിഷയങ്ങൾ മെനഞ്ഞാന്നും അതിനു മുമ്പും ഒക്കെ എടുത്തിരുന്നു. നിങ്ങൾ ഈ ചർച്ച കൊണ്ടുവരണം.
ഞാൻ പറയുന്നു സമത്വമാണ് ഇവിടെ വേണ്ടത്. ആ സമത്വമാണ് ഇപ്പൊ എല്ലാ ഗവൺമെന്റുകളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റു ആളുകൾ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. വളരെ നന്ദി. ഈ ജയരാജ് പറയുന്നത് സ്ത്രീകളെ കൃഷിയിടം മാത്രമാക്കാൻ ഉള്ളതല്ല എന്ന് പറയുന്നു. സുനിൽ ദേവ് പറയുന്നു അറ്റ്ലീസ്റ്റ് now the Malayalam mainstream channels are showing the courage to discuss about this matter എന്ന് പറയുന്നു. സ്പോർട്സ് ഗുരു നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ എന്ന് ചേർന്നിട്ടുണ്ട്. രമേഷ് കുമാർ എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞു. രമേഷ് കുമാറിനും രമേഷ് കുമാറിൻ്റെ ഭാര്യ അവിടുത്തെ കൗൺസിലറാണ്, പൊതുരംഗത്ത് ഉള്ള ആളാണ് എന്ന് കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞിരുന്നു. ഇപ്പോഴും അദ്ദേഹം പറയുന്നു ഞാൻ അവരുടെ അഭിപ്രായങ്ങൾ കൂടി തുല്യതയോടെ കാണും. അതാണ് ആ മാറുന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളെ എന്ത് പറയും. നമസ്കാരം മനുഭായ് എന്ന് പറയുന്നു. ലോകം മുന്നോട്ട് കുതിക്കുമ്പോൾ ഒരു വിഭാഗം എന്തുകൊണ്ട് ഇങ്ങനെ എന്നാണ് രമേഷ് കുമാർ ചോദിക്കുന്നത്. എന്തേ സമത്വം അവിടെ നടപ്പാക്കുന്നില്ല, എവിടെ സമത്വം കാണുന്നില്ലല്ലോ എന്നാണ്. എവിടെയാണ് കക്കൂസിലാണ് സമത്വം വേണ്ടത്. ഇന്നും ഈ ശൗചാലയ ചുമരുകൾ തേടി നടക്കുന്ന ആളുകളാണ് ഈ ഹംസ അബുസനെയൊക്കെ പറയുന്നത്. അവർക്ക് വേണ്ട സമത്വം വേണ്ടത് ബാത്റൂമിലാണ് എന്നാണ്. ഈ കാഴ്ചപ്പാടിനെ ഇനി എത്ര കാലമെടുക്കും കേരളത്തിന് ഒന്ന് ഫ്ലഷ് ചെയ്ത് പുറത്താക്കാൻ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. റഷീദ് പറയുന്നു രന്തു നാരിയെ സ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. സംസ്കൃത വാക്കുകളൊക്കെ അടിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വായിക്കൽ എളുപ്പമാണെങ്കിലും എളുപ്പമല്ല എങ്കിലും ഞാൻ അത് കഷ്ടപ്പെട്ടെങ്കിലും വായിച്ചിട്ടുണ്ട്. രന്ധ്യ നാരിസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. ഇതിൻ്റെ അർത്ഥം ഓക്കെ ഇങ്ങനെ ചിന്തിക്കില്ലായിരുന്നു. ജീവിതത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത. ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നു. എന്തു നാരിസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്നാൽ നമുക്കറിയാം എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദൈവ സാന്നിധ്യം ഉണ്ടാകും എന്നാണ്. സ്വപ്ന സാമുവൽ പറയുന്നത് മുസ്ലിം സഹോദരന്മാർക്ക് പകല് സ്ത്രീകളെ കണ്ണിൽ പിടിക്കില്ല, രാത്രിയിൽ കണ്ണിൽ പിടിക്കും എന്നാണ് പറയുന്നത്. അത് അങ്ങനെയല്ല കേട്ടോ. മുസ്ലിം സഹോദരന്മാർ എന്നല്ല നമ്മളതിൽ പറയും. മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. എനിക്കറിയുന്ന എത്രയോ മുസ്ലിം സ്ത്രീകൾ ഡോക്ടർമാരായ, എഞ്ചിനീയർമാരായ, അതുപോലെ കലക്ടർമാരായ എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അവരുടെ ദൗത്യം നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി കൃത്യമായി നിർവഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ബഹിരാകാശ ഗവേഷണ രംഗത്തുണ്ട്. അങ്ങനെ പല മേഖലയിലുണ്ട്. ഇത് ചില പിന്തിരിപ്പന്മാർ, അത് ആ മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല എല്ലാ സമുദായത്തിലും അങ്ങനെ ചിന്തിക്കുന്നവർ ഉണ്ട്. അതാണ്. ആർത്തവ സമയത്ത് സ്ത്രീകളെ മാറ്റിക്കിടത്തുന്ന ആചാരം ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നാണ്. ഞാൻ ഒരു സ്ഥലത്തെയും ഒരു സ്ത്രീയെയും അങ്ങനെ മാറ്റിക്കിടത്തുന്നതിനെ അംഗീകരിക്കുന്നില്ല. അത് കാലഘട്ടം ഇപ്പോൾ ഏറെക്കുറെ മാറ്റിക്കഴിഞ്ഞു. ഇനിയും മാറാത്തവർ മാറണം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. ആർത്തവം എന്നതൊക്കെ ഉള്ളൊരു പഴയകാല സങ്കല്പമാണ്. ഇപ്പോൾ ആളുകൾ അത് ഈ കാലഘട്ടത്തിൽ അതൊന്നും ഒരു സ്ത്രീയെയും അവരുടെ പ്രവർത്തനം നടത്താൻ അല്ലെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ തടസ്സപ്പെടുത്തുന്ന ഒരു സംഭവമേ അല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജലേഷ് ജോൺ പറയുന്നത് ഹെവി വാഹന ഡ്രൈവർ, ക്രിക്കറ്റ്, പോലീസ്, രാഷ്ട്രീയം, സിനിമ എല്ലായിടത്തും വനിതകളുണ്ട് എന്നാണ്. അതെ, എന്നിപ്പോൾ സ്ത്രീകൾ ബഹിരാകാശത്ത് സ്ത്രീകളുണ്ട്, പിന്നെയാണ് ഇവിടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും ചോദിക്കുന്നു ഹംസ അബൂസന ചോദിക്കുന്നത് ഈ ചാനലുകളിൽ സമത്വം എവിടെ? ചാനലുകളിൽ പുരുഷന്മാരുടെ എണ്ണമാണ് കുറവ് കേട്ടോ. ഞങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സ്ത്രീകളാണ് പലപ്പോഴും ഈ നമ്മുടെ ന്യൂസ് 18-ൻ്റെ പല മുഖ്യമുഖങ്ങളായി വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ഒന്നും പേടിക്കാനില്ല. സ്വന്തം ചാനൽ റൂമിൽ പോലും പീഡനം തടയാൻ കഴിയാത്ത മാപ്രകളാണ്. അങ്ങനെ പീഡനം നടത്താൻ പറ്റിയൊരു ഇടമല്ല എന്തായാലും ഈ ചാനൽ റൂമുകൾ എന്ന് താങ്കൾ മനസ്സിലാക്കണം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തർക്കിച്ചുകൊണ്ടൊന്നും ഈ കാലം നിങ്ങളെ അങ്ങനെ തുടരാൻ അനുവദിക്കില്ല അബൂബക്കർ. എത്ര തർക്കിച്ചാലും ഇത് മാറുകയാണ്. നിങ്ങൾ നോക്കൂ, ഈ ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ ഇവിടുത്തെ 80% സ്ത്രീകളും മുഖം മറച്ചു നടന്നവരാണ്. അവർ ഭർത്താവിൻ്റെ പേര് പറയാൻ മടിച്ചവരാണ്. വോട്ട് ചെയ്യുന്നത് എന്തിന് എന്ന് അറിയാതിരുന്നവരാണ്. പക്ഷേ ഇന്ന് അവർ ഇന്ത്യയുടെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഒക്കെയായി മാറുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഫിത്തിജ എന്നോട് പറയുന്നത് ഇതുപോലുള്ള ആളുകളുമായി തർക്കിക്കാൻ പോകരുത്, അവർ മാറില്ല എന്നാണ് പറയുന്നത്. അത് ഒരു കണക്കിന് ശരിയാണ് കേട്ടോ. അവർ മാറില്ല. പുതിയ തലമുറയിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഗോളാന്തരം പറയുന്നത് ഗുഡ് ഈവനിങ് മനു എന്നാണ്. ഗുഡ് ഈവനിങ്. ഗോളാന്തരത്തിൻ്റെയും പേര് വെളിപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെ ഗോളാന്തരം എന്ന് വിളിക്കുമ്പോൾ ഇത് അറിയില്ല. ഏതായാലും അങ്ങയുടെ പേരും കൂടി വെളിപ്പെടുത്തണം. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ ചേരുന്നത് മലപ്പുറത്ത് നിന്നാണ് അല്ലേ, മഞ്ചേരിയിൽ നിന്നാണ്. ശ്രീ മുഹമ്മദ് കേൾക്കാമോ? കേൾക്കാം സാറേ. നമസ്കാരമുണ്ട്. പിന്നെ സലാം സാഹിബ് എന്തേ പറഞ്ഞതെന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞില്ല.
അപ്പൊ എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലായാലും തിരക്കടില്ല. നോക്കാം നമുക്ക്. അത് താങ്കളൊന്നത് ശ്രദ്ധിക്കണം. അത് സ്ത്രീ സമത്വ തുല്യതയെക്കുറിച്ചാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഗോളന്തരം എനിക്ക് ഗുഡ് ഈവനിങ് പറയുന്നു. സമത്വം എവിടെ ആങ്കറെ എന്ന് ചോദിക്കുന്നു. എനിക്കറിയില്ല ഇയാളിത് എവിടെയാണിത് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അബൂബക്കർ സിദ്ദിഖി ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ ചാനലിൽ സമത്വമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങളുടെ ചാനലിൽ സമത്വം ഇല്ലെങ്കിൽ ഇവിടെ ആർക്കും നിലനിൽക്കാൻ കഴിയില്ല. സ്ത്രീകൾ ഇവിടെ അങ്ങേയറ്റം കരുത്തരാണ്. എന്തെങ്കിലും വിളിച്ചു പറയുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ആലോചിക്കണ്ടേ. അടുത്ത കോളർ നമുക്കൊപ്പം ചേരുന്നത് സന്തോഷ്. ഹലോ. സന്തോഷിന് പറയാം. സന്തോഷം അല്ല, സാറിന് എന്ത് പറ്റി? എന്താ പറ്റിയത്? സന്തോഷം എന്റെ ഈ രാജന് മുമ്പേ തന്നെ എന്റെ കോള് സന്തോഷം, അടുത്ത കോളർ സന്തോഷമാണ് ചേരുന്നത്. അവിടെ വെച്ചിട്ട് പിന്നെ ഒരു 100 മെസ്സേജ് വായിച്ചു സാർ. അല്ല, അത് അങ്ങനെയല്ല കേട്ടോ സന്തോഷം. ഞാൻ ഈ കോൾ എടുക്കുകയില്ല. എനിക്കത് അവിടെ നിന്ന് കണക്ട് ചെയ്ത് കിട്ടുന്നതിലുണ്ടാകുന്ന തടസ്സമാണ്. സന്തോഷം സന്തോഷാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മറന്നുപോയെന്നില്ലേ. അങ്ങേയറ്റം ക്ഷമിക്കണം, ദയവായി ക്ഷമിക്കണം. നമ്മൾ ഇത് 3 കോളർ അറ്റൻഡ് ചെയ്തു, ഒരു 10-100 മെസ്സേജ് വായിച്ചു. ഇപ്പൊ മുഹമ്മദിന്റെ അതേപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത പിന്നെ വരെ ഗോളാന്തരം വന്നപ്പോൾ മുഹമ്മദിന്റെ അല്ല, അദ്ദേഹത്തിന് ഇത് വിഷയം മനസ്സിലായില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ ഞാൻ ഇനി അത് നമ്മളിങ്ങനെ കോളർമാർ കാത്തു നിന്ന് ഇനി ഞാൻ അത് പറഞ്ഞ് പഠിപ്പിച്ച് പിന്നെ അതിലേക്ക് വരുമ്പോൾ സമയം എടുക്കും. ഓക്കെ, നമുക്ക് തീർക്കാൻ പെട്ടെന്ന് അടുത്ത ആളുകൾ നിൽക്കുന്നു. ഓക്കെ, എനിക്കിതിൽ പറയാനുള്ളത് ഇത് ഒരു വോട്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രമുള്ളതാണ്. കാരണം മതമേലധ്യക്ഷന്മാരെ ഇവരെ തൃപ്തിപ്പെടുത്തണം. കാരണം മലപ്പുറം ജില്ലയിൽ വോട്ട് മാറിപ്പോകുന്നുള്ള ചിന്ത കൊണ്ട് പി എസ് പറഞ്ഞതാണ്. വേറൊന്നുമല്ലേ. ഇവർക്ക് അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഒരു MLA ആയിട്ട് നിർത്താൻ പറ്റും? MLA സ്ഥാനാർത്ഥിനെ നിർത്താൻ പറ്റില്ല. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ നിർത്തും ചിലപ്പോൾ. അവർ കോഴിക്കോട് സൗത്ത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നൂർബീന റഷീദിനെ മത്സരിപ്പിച്ചിട്ടുണ്ട്. നിർത്തിയിട്ടുണ്ട്. പക്ഷെ അത് 25 കൊല്ലം മുമ്പ് ശേഷമാണ് ആദ്യമായി. ഇപ്പം നിർത്തി കഴിഞ്ഞാൽ ഇവർക്ക് വിശ്വാസമില്ല, ജയിക്കൂല, മാറ്റിക്കുത്തും ആൾക്കാർ. ഇവരുടെ സംഘടനകളുടെ നേതാക്കൾ പറയുന്നതനുസരിച്ച് മാറ്റിക്കുത്തും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ, ഇതിൽ കുറെ മെസ്സേജ് അയച്ചവരുണ്ടല്ലോ. പിന്നെ അവരൊക്കെ ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിക്കുമ്പോ ഈ നാട് വിട്ടിട്ടൊന്നുമില്ലല്ലോ, ഇവിടെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിക്കുമ്പോ ഒരു വനിതയല്ലേ ഭരിച്ചത്. അപ്പൊ ഇവരൊന്നും ഈ രാജ്യം വിട്ടിട്ടൊന്നുമില്ലല്ലോ, ഇവിടെ തന്നെ. ഇവർക്ക് എന്താ കുഴപ്പമുണ്ടായിരുന്നു? ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. ഇന്ദിരാഗാന്ധിയെ പിന്താങ്ങിയ പാർട്ടിയും കൂടിയാണ് മുസ്ലിം ലീഗ്. അതെ, ഇതൊക്കെ മതത്തിന്റെ പേരില് വോട്ട് ഭിന്നിച്ച് പോകും, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അടുത്തൊരു ഭരണം കിട്ടില്ല എന്നുള്ള ഒറ്റ ഒരു. പിന്നെ PMS ബൈക്ക് കണ്ടെങ്കിൽ എന്ത് വിടുവേറ്റാരും പറയുന്ന ഒരു സ്വഭാവമാണ് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. അതിനൊരു മുസ്ലിം നേരത്തെ ഒരു കോളർ പറഞ്ഞ പോലെ ഇത് മതപാർട്ടിയാണോ രാഷ്ട്രീയ പാർട്ടിയാണോ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണോ എന്ന് അവർ തന്നെ ഒന്ന് മനസ്സിലാക്കണം. ജനാധിപത്യത്തിലാണ് മതത്തിന്റെ പേരിലല്ല പറയേണ്ടത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, വളരെ കൃത്യമാണ്. പക്ഷേ സന്തോഷം, ദയവായി എന്നോട് ക്ഷമിക്കണം, ഞാനത് വിട്ടുപോയതാണ്. ചിലപ്പോൾ നമ്മളിങ്ങനെ പലതരത്തിലുള്ള കണക്റ്റിങ്ങുകളൊക്കെ വരുമ്പോൾ ചില തെറ്റുകൾ സംഭവിക്കുന്നതാണ്. ഏതായാലും സന്തോഷം നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായതുകൊണ്ടും എനിക്ക് ചില സ്വാതന്ത്ര്യം എടുക്കാവുന്നതുകൊണ്ടും അതൊരു വിഷയമാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജോസഫ് തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജോസഫ്. കേൾക്കാം. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മഹാനായ ഒരു കവി, മലയാള കവി പറഞ്ഞിട്ടുണ്ട്, ഭൂമിയും ആകാശവും സ്വർഗവും നരകവും സൃഷ്ടിച്ച ദൈവമായിരിക്കാം, പക്ഷെ ആ ദൈവത്തെ പോറ്റ് വളർത്തിയത് അമ്മയല്ലോ അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് നമ്മുടെ മലയാളത്തിലുണ്ട് അല്ലേ. അപ്പൊ പിന്നെ സ്ത്രീകൾക്ക് ശാരീരികമായ പരിമിതികൾ ഉണ്ടെങ്കിലും പ്രസവിക്കാനുള്ള ധർമ്മം നിർവഹിക്കുന്ന സ്ത്രീയാണ്. എനിക്ക് തോന്നുന്നു ഭൂമിയിലുള്ള ഭൂരിഭാഗം ആളുകളും അച്ഛനേക്കാൾ അല്ലെങ്കിൽ അപ്പച്ചനേക്കാളും കൂടി ഇഷ്ടപ്പെടുന്ന അമ്മേനെയാവുമെന്ന് എനിക്ക് തോന്നുന്നു. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന ഒരു സംസ്കാരമാണല്ലോ നമുക്കുള്ളത്. മാതാവാണ് ദൈവത്തെക്കാൾ മുകളിൽ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോഴാണ് ആളുകൾ ചോദിക്കുന്നത് പ്രസവിക്കുന്നത്. ശ്രീ ബുദ്ധൻ, ശ്രീ യേശു, നബി തിരുമേനി ഇവരൊക്കെ തന്നെ പുരുഷന്മാരാണ്. പക്ഷെ കുറച്ചുകൂടി നല്ല, ഞാൻ ഏത്തിസ്റ്റാണ്, കമ്മ്യൂണിസ്റ്റാണ്, പക്ഷെ കുറച്ചുകൂടി നല്ല സങ്കല്പം നമ്മുടെ ജഗദംബിക, അതായത് ശിവന്റെ അർദ്ധനാരീശ്വര സങ്കല്പമുണ്ട്. ശിവൻ, ബ്രഹ്മാവ്, വിഷ്ണു, അതിനും മുകളിലാണ് ദേവിയുടെ സ്ഥാനം എന്നൊരു വിശ്വാസമാണ്, ഒരു തത്വം. പക്ഷേ അതേസമയം മനുസ്മൃതി എന്ന് പറയുന്ന ഒട്ടും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത. നബി തിരുമേനിയുടെ കാര്യങ്ങളാണെങ്കിൽ സ്ത്രീകൾക്ക് ഒരു നിവർത്തില്ല. പിന്നെ പൂജാരികൾ, പൂജ ചെയ്യുന്നവര് പള്ളിയിലായാലും മോസ്കിലായാലും അമ്പലത്തിലായാലും പുരുഷന്മാരാണ്. നമ്മള് മന്ത്രിമാരും നോക്കൂ, കമ്മ്യൂണിസ്റ്റുകാർ പോലും വളരെ കുറച്ച് പേരും ഗൗരിയമ്മേനെ മുഖ്യമന്ത്രിയാക്കിയില്ല. മുഴുവൻ മന്ത്രിമാർ, എത്ര മന്ത്രിമാരുണ്ട് കേരളത്തില് സ്ത്രീകളായിട്ടുള്ളത്? ഇന്ദിരാഗാന്ധി വളരെ ഏറ്റവും കരുത്തയായ ഇന്ദിരാഗാന്ധി നമുക്കുണ്ട്, ഉമ്മയമ്മറാണിയുണ്ട്, അതുപോലെ ഝാൻസി റാണിയുണ്ട്, അതുപോലെ തന്നെ പുതിയ രാജ്യം വരെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നോക്കിയിട്ടിങ്ങനെ സ്ത്രീകൾ കരുത്ത്. പിന്നെ തെറ്റുകൾ ചെയ്യുന്നതിന് നമ്മുടെ ജോലിയൊക്കെ ഉണ്ടല്ലോ, കൂടത്തായ അവ തെറ്റുകൾ ചെയ്യുന്നതിൽ എല്ലാ കുറ്റവാളികൾ എല്ലാ വിഭാഗത്തിലും ഉണ്ട്. നമുക്കിപ്പോൾ ചെന്താമരയുണ്ട്, പുതിയ അങ്ങനെ പല ആളുകളുണ്ട്. ഓക്കെ, യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഗോളാന്തരം പറയുന്നു പ്രകൃതിയെ
അതായത് സ്ത്രീയെ ബഹുമാനിക്കുക, കൂടെ കൊണ്ടു നടക്കുക, സംരക്ഷിക്കുക, ഇതൊക്കെയാണ് പുരുഷത്വം എന്ന് പറയുന്നു. പ്രകൃതി പോലും സ്ത്രീകളോട് ക്രൂരതയാണ് കാണിക്കുന്നത് എന്നൊക്കെ ഗോളാന്തരം പറയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ കൊടുക്കുന്ന പ്രാധാന്യം ഈ ലോകത്ത് ഒന്നിനും കൊടുക്കാനാകില്ല, അതാണ് എൻ്റെ വിജയം എന്ന് പറയുന്നു. അങ്ങനെയാണ് ലോകത്ത് പല ആളുകളും, നമ്മൾ പ്രത്യേകിച്ച് പുരുഷന്മാരൊക്കെ അവരുടെ അമ്മയാണ് ഏറ്റവും അടുപ്പം അവർക്ക് തോന്നുന്നത്. പലരുടെയും കാര്യത്തിൽ അങ്ങനെയാണ്. ചിലർ അച്ഛനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാകാം, എന്നാൽ രണ്ടുപേരെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാകും. പക്ഷേ അമ്മയോടായിരിക്കാം പലർക്കും കൂടുതൽ സ്നേഹം എന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. ബിജു പറയുന്നത് എല്ലാ മതങ്ങളും സ്ത്രീകൾക്കെതിരാണ്, പുരുഷന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ട സ്ത്രീ വിരുദ്ധ നിയമങ്ങളാണ് അതിൽ തുടരുന്നത്. അതൊക്കെ ആയിരിക്കാം, പക്ഷേ നമ്മുടെ നിയമം എന്തായാലും അതൊന്നും അനുവദിക്കുന്നില്ല. എല്ലാവരും ഒരുമിച്ച് പോകുന്നു. പ്രസന്നനാണ് വിളിക്കുന്നത് അല്ലേ? പ്രസന്നൻ, ശ്രീ പ്രസന്നൻ എവിടുന്നാണ് വിളിക്കുന്നത്? തൃശ്ശൂർ മാള. ഓക്കെ, യെസ്, എനിക്ക് മനസ്സിലായി. സാർ, എനിക്ക് ഒരു മിനിറ്റ് മതി ആയിക്കൂടി. അതായത് നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മേഡം മുർമു, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, മായാവതി, സുഷമ സ്വരാജ്, ഷീലാ ദീക്ഷിത്, നമ്മുടെ കേരളത്തിലെ ജയലളിത, കെ.ആർ. ഗൗരിയമ്മ, ഇവരൊക്കെ തലപ്പത്ത് വന്നിട്ടുള്ളതാണ്. പിന്നെ സാറ് കാണിച്ച പട്ടാളത്തിലുള്ള ഇതുകൾ കാണിച്ചപ്പോൾ വളരെ അഭിമാനം തോന്നി. സ്ത്രീകൾ ഇങ്ങനെ രീതിയിൽ നമ്മുടെ സേനാമുഖത്ത് മുൻപന്തിൽ നിൽക്കുന്നു എന്നുള്ളതൊക്കെ കണ്ടപ്പോൾ. ഇനി ഒരു കാര്യം കൂടി, അത് വളരെയധികം അഭിമാനം. പിന്നെ ഇത്തരം അഭിപ്രായങ്ങൾ, പിന്തിരിപ്പിന്റെ അഭിപ്രായങ്ങൾ പറയുന്നത് നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ വഞ്ചി മുന്നോട്ട് പോകുമ്പോൾ കുറെ വെള്ളം പിറകോട്ട് നമ്മൾ തള്ളിയിട്ടാണ് പോണത്. വഞ്ചി ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ അതൊക്കെ പോകണം. ഇത്തരം ആശയങ്ങളൊക്കെ പിറകോട്ട് പോവുക തന്നെ ചെയ്യും. പിന്നെ ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 18 വർഷം ഗൾഫില് ഒരു പെൺപിള്ളേര് മാത്രം പഠിക്കുന്ന സ്കൂളിലെ ഡ്രൈവറായിരുന്നു. ഓരോറ്റ പെൺകുട്ടികളും പർദ്ദ ഉപയോഗിക്കില്ല. ഓരോറ്റ പെൺകുട്ടികളും 18 വർഷം ഞാൻ ആ സ്കൂളിൽ ഡ്രൈവറായിരുന്നു. ആണുങ്ങൾ മാത്രം 10-35 പേര് ഡ്രൈവർമാർ മാത്രം ആണുങ്ങളുള്ളൂ. ബാക്കി സ്റ്റാഫ് കംപ്ലീറ്റ് 100% പെണ്ണുങ്ങൾ. ഓരോറ്റ പെൺകുട്ടികളും പർദ്ദ ഉപയോഗിക്കില്ല. അത് കട്ടായമായിട്ടുള്ള കാര്യമാണ്. ശ്രീ പ്രസന്നൻ, എനിക്കൊരു താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എനിക്ക് പൊതുവേദി തുടരുകയാണ്. ഈ അബൂബക്കർ സിദ്ദിഖി കമന്റുകൾ ഇങ്ങനെ നിരന്തരം തുടരുകയാണ്. അദ്ദേഹം പറയുന്നത് സമത്വം ഞാൻ പ്രസവിച്ച് കാണിക്കണം എന്നതാണ്. ഒരു കുഞ്ഞിനെ പ്രസവിക്കുക എന്നത് വലിയ മോശപ്പെട്ട കാര്യമാണ് എന്ന് പറയുന്ന ഒരാളോട് പിന്നെ എന്ത് പ്രതികരണം നടത്താനാണ്? അത് ചെയ്യാൻ കഴിയുന്നത് ഒരു സ്ത്രീക്ക് അതിന് അവരെ പ്രകൃതി അങ്ങനെ തെരഞ്ഞെടുത്തത് അവരുടെ ഒരു മികവായി കാണാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് പ്രസവിക്കാൻ കഴിയുന്നത് ഒരു മോശമായ കാര്യമാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, അടുത്ത ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രസവിക്കാൻ കഴിയുന്നില്ല എന്നത് കുറവാണ്. അപ്പോൾ ആ തുല്യതയല്ല, അവർ മുന്നിലാണ് എന്നാണ് സമർത്ഥിച്ചു വരുന്നത്. അതോടൊപ്പം ഈ അബൂബക്കർ സിദ്ദിഖിയുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി. അദ്ദേഹം പറയുകയാണ്, ചെന്താമയ്ക്ക് പകരം ഇതൊരു മുസ്ലിം ആയിരുന്നെങ്കിൽ എന്തായിരിക്കും പുകില? അന്താരാഷ്ട്ര IS ഭീകരൻ, പാകിസ്ഥാൻ ചാരൻ, താലിബാൻ ഗറില, ഇങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ ഒന്നും പോകില്ല. ഇത് കൊലയാളികൾക്ക് ഒരു മതവുമില്ല, ഒരു ജാതിയുമില്ല. അവർ ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും അവർ കൊലയാളികളാണ്. ചെന്താമരയോട് ഒരു ദയയും കേരളത്തിലെ ഒരു മാധ്യമവും കാണിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. പിന്നെ IS ഭീകരൻ എന്നല്ലാതെ മറ്റ് നമുക്ക് എന്ത് വിളിക്കാൻ കഴിയും? അയാളെ അങ്ങനെ വിളിക്കും. ചെന്താമരയെ ചോരക്കൊതിയനെന്നോ അല്ലെങ്കിൽ കൊലയാളിയെന്നോ വിളിക്കും. അത് സ്വാഭാവികമായി അവരെന്ത് ചെയ്യുന്നോ ആ കാര്യം തന്നെ വിളിക്കും. ഇയാളും ഭീകരൻ തന്നെ, ചെന്താമരയും ഭീകരൻ തന്നെയാണ്. ലോകത്ത് മാറ്റം കാണിക്കാതെ കണ്ണിന് തിമിരം പിടിച്ച് നടക്കുന്നവർ പറയുന്നത് പ്രസ്താവന മുഖവിലയ്ക്ക് എടുക്കല്ലേ എന്ന് എന്നോട് VC തോമസ് പറയുന്നത്. അത് സത്യസന്ധത്തിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ VC തോമസ് പറയുന്നതാണ് ശരി. ഇത്തരം ആളുകളോട് മറുപടി പറയാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് അവരൊക്കെ എന്നെ ഉപദേശിക്കുന്നത്. യെസ്, ദീപു നമുക്കൊപ്പം ചേരുന്നു. ദീപു, യെസ്, താങ്കൾക്ക് പറയാം. ഈ ലീഗ് നേതാവിൻ്റെ പ്രതികരണവും അതിനോടൊപ്പം നമ്മുടെ പൊതുവേദിയിൽ വരുന്ന കമൻറ്റുകൾ ചില ആളുകൾ ഇടുന്നത് ദീപു ശ്രദ്ധിക്കുന്നുണ്ടാകും. എനിക്ക് പ്രസവിക്കാൻ കഴിയില്ല, സെപ്പറേറ്റ് ടോയ്ലറ്റ് എന്തിനു കൊടുക്കുന്നു, ബസ്സിൽ എന്തിന് 2 സീറ്റ്, അപ്പോൾ അവർക്ക് സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യമില്ല, അത് വളരെ മോശപ്പെട്ട ആളുകളാണ് അവർ എന്ന തരത്തിലാണ് ഇദ്ദേഹം കാണുന്നത്. അല്ലേ മനു, ഇതേ ഒരാളൊരു നെഗറ്റീവ് കമന്റ് നിരന്തരം ഇടുമ്പോ അതെല്ലാം വായിക്കണമെന്ന് ഇല്ല. ബാക്കിയുള്ളവർ അല്ല, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നവരും ഈ നാട്ടിലുണ്ട്. PMA സലാം ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലായി. തുടരെ ഇടുമ്പോൾ ഇവരിത് വിടാതെ തിരുത്താത്ത
മനസ്സുകൾ ഉണ്ടെന്നും കൂടി അറിയണ്ടേ ആളുകൾക്ക്, അതിന് വേണ്ടിയിട്ട്. പക്ഷെ മനു, ഞാൻ ഈ വിഷയത്തെ കാണുന്നത് ഈ പിന്നെ PMA സലാം പറഞ്ഞത് മാത്രമല്ല, മതത്തെ കച്ചവടമാക്കി വെക്കുന്ന എല്ലാവരും സ്ത്രീ വിരുദ്ധമായിട്ട് കുറെ ഭൂരിപക്ഷം പേരും സംസാരിക്കാറുണ്ട്. അത് ഏത് മതം എന്നൊന്നുമില്ല. മതം കച്ചവടമാക്കി വെക്കുന്നവർ സ്ത്രീയെ എപ്പോഴും അടിമയാക്കി വെക്കാൻ ആഗ്രഹിക്കാറുണ്ട്. അത് നിങ്ങളൊന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഈ PMA സലാമായാലും മറ്റുള്ള മതത്തിന്റെ പുരോഹിതരായാലും അവര് ആ കച്ചവടമാണ് ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് എന്താ ഉണ്ടാകുന്നത്? ഇസ്ലാം മതം മുഴുവൻ സ്ത്രീ വിരുദ്ധമാണ്, അല്ലെങ്കിൽ അതിനെ ഇസ്ലാം മതത്തിനെ മുഴുവൻ ഹരാസ് ചെയ്യുന്ന രീതിക്കുള്ള അഭിപ്രായങ്ങളാണ് വരിക. രാജൻ തന്നെ പറഞ്ഞ അഭിപ്രായത്തോടെ എനിക്ക് അദ്ദേഹത്തിനോട് ബഹുമാനം ഉണ്ടെങ്കിൽ അതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ ഇസ്ലാം മതം അവരുടെ പിന്നെ രാജ്യത്തിന്റെ മതമാക്കി വെച്ചിട്ടുള്ളതാണല്ലോ പാകിസ്ഥാൻ. അവിടെ അല്ലേ ബനസീർ ഭൂട്ടോ എന്നല്ലേ അവരുടെ പേര്, അവര് പ്രധാനമന്ത്രിയായിരുന്നു. ഇപ്പുറത്ത് ഷെയ്ഖ് ഹസീനയും ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീനയും മറ്റേ വേറൊരു ലേഡിയും അവര് പ്രധാനമന്ത്രിയായിരുന്നു. രാജ്യത്തെ നയിച്ചവരാണ്. ഇസ്ലാം മതവിശ്വാസത്തെ അടിസ്ഥാനമാക്കിപ്പെട്ട രാജ്യങ്ങളിൽ അവിടെ സ്ത്രീകളുണ്ട്. അതെന്താ മുസ്ലിം മതം അവിടെ ഒന്ന് പോയോ? അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു? അതുകൊണ്ട് ഇസ്ലാം മതം മുഴുവൻ സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥവും ഇല്ല. അത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് മറ്റു ചിലരുടെ ഇതാണ്. ഇവിടെ നോക്കൂ, നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ സിപ്പായും മുട്ടി ഇന്ന് അവര് അതിനെ കളിയാക്കി വിളിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് നയിച്ചത് ആരാണ്? റാണി ലക്ഷ്മിബായി ആണ് അല്ലേ? ഇവിടെ നമ്മുടെ പിന്നെ ഇന്ദിരാഗാന്ധി ഇല്ലേ? അതുപോലെ ഇപ്പൊ സോണിയാഗാന്ധി മറ്റൊരു രാജ്യത്ത് നിന്ന് വന്നാലും അവർ ഇന്ത്യൻ പൗരയായി നിന്നുകൊണ്ട് തന്നെ ആ പാർട്ടിക്ക് വേണ്ടി എത്രത്തോളം അവർ ത്യാഗം അനുഭവിച്ചൊരു ലേഡിയാണ് സോണിയാഗാന്ധി. അവരെ ഏതെല്ലാം വൃത്തികെട്ട രീതിയിൽ കോൺഗ്രസ്സുകാർ തന്നെ വിളിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയെ എപ്പോഴും അവര് ഞാൻ പറയുന്ന അവര് ഫ്രീഡം ലഭിക്കുന്ന, അവര് സാമ്പത്തികമായിട്ട് അവർക്ക് ഫ്രീഡം ഉണ്ടാകുമ്പോഴാണ് അവരെ തന്നെ പഠിച്ച് അല്ലെങ്കിൽ അവർ സമ്പാദ്യം ഉണ്ടാക്കി സ്വതന്ത്രമായി നിൽക്കാൻ കാലിൽ നിൽക്കുന്നത് എപ്പോഴാണ്? അതിനുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ഈ സംവരണം മറ്റത് മറിച്ചതെന്നൊക്കെ പറയുന്നത്. അപ്പൊ സ്ത്രീ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന്റെ ഒരു പ്രത്യേക ഘട്ടം എന്ന് പറയുന്നത് അവർക്ക് സാമ്പത്തികമായിട്ട് അവർക്ക് ഏണിംഗ് കിട്ടുമ്പോഴാണ്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിലനിൽക്കേണ്ടത്. മാത്രമല്ല അതുകൊണ്ട് അവർക്ക് വേറെ ഇതിൽ നിന്ന് ഉള്ളതല്ല ഞാൻ പറയുന്നത്. അത് ഒരു പ്രത്യേക രീതിയിൽ വരുമ്പോ തന്നെ പിന്നെ ഈ സ്ത്രീകൾ പിന്നെ ഉന്നമതിയിൽ എത്തിക്കോളും. നമ്മുടെ ഇപ്പം നാട്ടിലെ സ്ത്രീകള്, കേരളത്തിലെ പ്രത്യേകിച്ച് സ്ത്രീകൾ ഇപ്പം മലപ്പുറത്തൊക്കെ പോയിട്ട് നിങ്ങൾ ഈ പുതിയ തലമുറയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അടിച്ചോടിക്കും. പഴയ തലമുറയിലുള്ള ആൾക്കാരാണ് അവിടുത്തെ കുട്ടികൾ, പെൺകുട്ടികളൊക്കെ ഏത് നിലയ്ക്കാണ് ഉയർന്നു വരുന്നത്. അങ്ങനെ ഉയർച്ചയാണ് ആ ഇസ്ലാം സമൂഹത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തെ ഈ കച്ചവടമാക്കി വെച്ചിരിക്കുന്നവരാണ് സ്ത്രീയെ അടിമയാക്കി വെക്കാൻ നോക്കുന്നത്. അല്ലെങ്കിൽ ആ മതത്തിനെ കുറ്റം പറഞ്ഞ് അവര് സ്ത്രീ വിരുദ്ധരല്ല എന്ന് നമ്മുടെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന രാജ്യം തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അതാണ് നിരവധി വനിതകൾ, അത് ദീപു സൂചിപ്പിച്ചതുപോലെ കാലിദാസി ആയിക്കോട്ടെ, ഷെയ്ഖ് ഹസീന ആയിക്കോട്ടെ, ബാനസീർ ഭൂട്ടോ ആയിക്കോട്ടെ, അവരൊക്കെ ഇസ്ലാമിക മതം ശക്തമായ രാജ്യങ്ങളിൽ ഭരണ നേതൃത്വം ഏറ്റെടുത്തവരാണ്. എന്നെ പിന്തുണച്ച് ശ്യാംജിത്ത് എത്തിയിട്ടുണ്ട്. ശ്യാംജിത്ത് എന്നോട് പിന്തുണ പ്രഖ്യാപിക്കുന്നു. കൃഷ്ണ പറയുന്നത് ന്യൂസ് 18 കേരളം ആരിഫ് ഹുസൈനെയും ജാമിദ ടീച്ചറെയും ജബ്ബാർ മാഷിനെയും വിളിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ്. അത് വേണ്ട, ഞങ്ങളൊക്കെ തന്നെ ഇവിടെ ഇതിന് ഒരു ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. അപ്പം നമ്മൾ ആ നിലപാടിൽ തന്നെ പോകാം എന്നാണ് ഞാൻ വിളിക്കുന്നത്. PC തോമസിനെ താങ്കൾ തോളിലേറ്റി എന്നൊക്കെയാണ് പറയുന്നത്. എവിടെ നിന്നാണ് ഈ ഐഡിയ ഒക്കെ അബൂബക്കർ സിദ്ദിഖിന് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. അടുത്ത പ്രേക്ഷകൻ നമുക്ക് കുറച്ച് പ്രേക്ഷകരുണ്ടായിരുന്നു, പക്ഷേ നമുക്കതിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഏതായാലും ഈ വിഷയം ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ യൂട്യൂബിലും ചർച്ചയ്ക്ക് വെച്ചിരുന്നു. ഈ വിഷയം, അതായത് ലീഗിൻ്റെ നിലപാട് കാലഘട്ടത്തിന് യോജിച്ചതാണോ എന്ന ചോദ്യമാണ് ഞങ്ങൾ പൊതുവെ ഉന്നയിച്ചിരുന്നത്. ആ ചോദ്യത്തിൽ യെസ് എന്ന അഭിപ്രായം 31% ആളുകൾ പറയുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം. അതേസമയം 69% ആളുകൾ അത് കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന നിലപാട് പറയുകയും ചെയ്യുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.